ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും റമ്മൂസ് സൈഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഞങ്ങളും ഇവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ജൂൺ മാസമൊക്കെ ആയി, സ്കൂളൊക്കെ തുറന്നു. അപ്പോൾ എല്ലാവരും തിരക്കിലൊക്കെയാണെന്നറിയാം. എങ്കിലും എല്ലാവരും സമയമുള്ള പോലെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണം. അതുപോലെ റമ്മൂസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നെന്താ, ഞാൻ കുറച്ച് ദിവസമായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്, കുക്കിംഗ് വീഡിയോസും ഒക്കെ ഇട്ടിട്ട് കുറേ ദിവസമായില്ലേ. അപ്പം ഇന്ന് നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാനിന്ന് വീഡിയോയുമായിട്ട് വന്നത്. ഇതിപ്പോൾ ഞാൻ ഷോപ്പിലാണുള്ളത്. കുറച്ച് ദിവസമായിട്ട്, അതായത് നമ്മുടെ ഏപ്രിൽ മാസം 2 ആഴ്ചയോളം ഞാൻ വീട്ടിൽ എരുമേലി വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം. എരുമേലി ഏപ്രിലല്ല, വെക്കേഷനായിട്ട് മെയ് ലാസ്റ്റൊക്കെയാണ് 2 വീക്സ് ഞാൻ എരുമേലി പോയിട്ട് നിന്നത്. മമ്മിയുടെ സർജറി ഒക്കെ ഉള്ളതുകൊണ്ട് ഏപ്രിൽ മാസമൊക്കെ പോകാനായിട്ട് പറ്റിയില്ല. അങ്ങനെ മെയ് മാസം ലാസ്റ്റ് 2 വീക്കാണ് എരുമേലി പോയി അവിടെ ചിലവഴിക്കാനായിട്ട് പറ്റി. അങ്ങനെ ഇപ്പം സ്കൂളൊക്കെ തുറന്നു. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ജൂണാകത്തെ കുറച്ച് ദിവസമൊക്കെ നല്ല മഴയും ഒക്കെ ആയതുകൊണ്ട് സ്കൂളൊക്കെ തുറക്കാനായിട്ട് ലേറ്റായി. എർമോളാണെങ്കിൽ KVയിലാണ് പഠിക്കുന്നത്. അപ്പം 4th സ്റ്റാൻഡേർഡിലോട്ടായി. അവർക്ക് നേരത്തെ സ്കൂൾ തുറക്കും. പക്ഷെങ്കിൽ ഈ പ്രാവശ്യം മഴയൊക്കെ നല്ല കൂടുതലായതുകൊണ്ട് മൺഡേയിലാണ് സ്കൂൾ ഓപ്പൺ ചെയ്തത്. പിന്നെ ഇസയ്ക്കും ഒക്കെ പനിയും ചുമയൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി, ഇപ്പോൾ കുറവായി വരുന്നു. പിന്നെ ഞാനിപ്പോൾ ഇന്ന് ഷോപ്പിലാണ് ഉള്ളത്. രാവിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ സ്കൂളിലൊക്കെ പോയി, 2 പേര് സ്കൂളിലൊക്കെ പോയി. ഇപ്പം കുഞ്ഞ് ഐഡയ്ക്ക് അറിയാമല്ലോ, 1.25 വയസ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ നേരത്തെ പോലും ഇപ്പോൾ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കരി അടങ്ങിയിരിക്കത്തില്ല. അപ്പം ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ അവളുടെ പുറകെ പോകാനേ സമയം കിട്ടത്തുള്ളൂ. അപ്പം കസ്റ്റമറൊക്കെ വരുമ്പോൾ ഇനിയിപ്പം നമുക്ക് ഭയങ്കര ഇതായിട്ട് വരും. നേരത്തെ എന്ന് പറഞ്ഞാൽ കുഞ്ഞായിരുന്നുകൊണ്ട് നമുക്ക് കയ്യിലൊക്കെ എടുത്ത് ഉറക്കിയൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു. പക്ഷേ ഇനിയിപ്പം അങ്ങനെ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഹൈഡ ഇപ്പം മമ്മി എടുക്കലാണ്. അപ്പം ഞാനിപ്പോൾ എല്ലാ ദിവസവും ഷോപ്പിലൊന്നും വരുന്നില്ല. നമുക്ക് വേറൊരു വർക്കും, ഇവൻറ്റ് മാനേജ്മെൻറ്റ് പോലെ വേറൊരു വർക്ക്, ലൈവ് ടെലികാസ്റ്റിങ്, അതുപോലെ ഹസ്ബൻഡ് കൊയറൊക്കെ ചെയ്യുന്നതാണ്, സിംഗറും കൂടാണ്. അപ്പോൾ അതുപോലെ പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ ഹസ്ബൻഡ് ആ പ്രോഗ്രാമിന് പോകും. ഹസ്ബൻഡ് ഫ്രീ ആയിട്ടുള്ള ദിവസം ഷോപ്പിൽ വരും. ഹസ്ബൻഡ് ബിസി ആകുമ്പോൾ ഞാൻ ഷോപ്പിൽ വരും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അപ്പം ഇന്നിപ്പോൾ ഞാൻ രാവിലെ ഷോപ്പിൽ വന്ന് ഇവിടെ ഇരിക്കുമായിരുന്നു. രാവിലെ നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പം എനിക്ക് നേരെ നല്ല പുസ്തകമൊക്കെ വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലായിരുന്നു. നമുക്ക് ഓരോ കാര്യങ്ങൾ തിരക്കൊക്കെ വരുമ്പം വായിക്കാനായിട്ടൊന്നും സമയം കിട്ടാറില്ല. അപ്പം ഞാനിങ്ങനെ ബുക്ക് സ്റ്റാളിലൊക്കെ പോകുമ്പം പുസ്തകങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കും. കുറച്ചൊക്കെ വായിക്കും, പിന്നെ വായിക്കാൻ പറ്റാതെ വരും. അങ്ങനെ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിട്ട് പോകും. അപ്പം കുഞ്ഞായതുകൊണ്ട് അവളെ ഉറക്കുകയും അവളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നതുകൊണ്ട് സമയമൊന്നും കറക്റ്റ് നമ്മുടെ ടൈമിലൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ രാവിലെ കുറേ വർക്കെല്ലാം കഴിഞ്ഞ സമയത്ത് ഞാൻ കുറച്ച് നേരം ഇത് ബുക്സൊക്കെ വായിക്കും. പിന്നെ ഇവിടെ ഷോപ്പിൽ വരുമ്പം ബുക്കൊക്കെ എടുത്തുകൊണ്ട് വരും, ബാക്കി ഇവിടെ ഇരുന്ന് വായിക്കും. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം, നമ്മൾ ലേഡീസ് എന്താ പൊതുവെ അവർക്ക് ഒരു കല്യാണം കഴിക്കുന്ന, അല്ല ഒരു 20 വയസ്സ് 22 വയസ്സ് വരെയൊക്കെ നമ്മൾ ശരിക്കും ലേഡീസ് നമുക്ക് വേണ്ടി ലൈഫ് ജീവിച്ച് തീർക്കാറുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും. ഇപ്പം ഏതൊരാളോട് എടുത്ത് ചോദിച്ചാലും എന്താണ് നിങ്ങൾക്ക് ലൈഫിലുള്ള ഒരു സ്വപ്നം എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം എന്താണെന്ന് ചോദിച്ചാൽ അവർക്കറിയത്തില്ല. കാരണം എന്താ, അവർക്കത് ചിന്തിക്കാൻ പോലുമുള്ള സമയമില്ല. അവർ ഭയങ്കര ബിസി ഷെഡ്യൂളിലാണ് ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി, ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറൊന്നും അല്ല, ആരുമല്ല, പക്ഷെങ്കിൽ എനിക്ക് എൻ്റെ മൈൻഡിൽ തോന്നി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി. അപ്പം ഞാൻ ചിന്തിക്കുക, ശരിക്കും 22 വയസ്സ് വരെ അല്ലെങ്കിൽ ഞാൻ 22 വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിപ്പിച്ചു വിട്ടത്. അപ്പോൾ നമ്മൾ ആ 21 വയസ്സ് വരെ നമ്മുടെ പേരൻസിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ ഹസ്ബൻഡിൻ്റെ ഫാമിലിയായി അവിടെ ജീവിക്കുന്നു. പിന്നെ കല്യാണത്തിന് ശേഷം 1 വർഷം അല്ല 2 വർഷം ഒക്കെ കഴിയുമ്പോൾ കുട്ടികളാകുന്നു. അങ്ങനെ 1 കുട്ടിയായി 2 കുട്ടിയായി, അങ്ങനെ കുട്ടികളായതിന് ശേഷം നമുക്ക് പിന്നെ നമ്മുടെ ലൈഫ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നു, ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു, ഹസ്ബൻഡിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ എല്ലാവർക്കും വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ലൈഫ് സ്പെൻഡ് ചെയ്യുന്നു. പക്ഷെങ്കിൽ
ആ ടൈമിൽ ഈ ഒരു ഇടവേളകളൊന്നും നമുക്ക് വേണ്ടിയിട്ടൊരു ടൈം കണ്ടെത്താറില്ല. നമ്മളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് നമ്മൾ പോലും ചിന്തിക്കാറില്ല. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ ജോലിയും കാര്യങ്ങളും ഇപ്പം എനിക്കാണെങ്കിൽ ഇപ്പോൾ ഷോപ്പിൽ വരണം, വീട്ടിലിരിക്കുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളുടെ കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ഇതിനോടിടയ്ക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് യാത്രകൾ പോകാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ബുക്സ് വായിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ എനിക്കിഷ്ടമാണ്. അപ്പം നമുക്ക് വേണ്ടിയിട്ടും കുറച്ച് സമയം കണ്ടെത്തുക. ലൈഫിൽ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയങ്ങൾ മാറ്റി വെക്കുക. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയം കണ്ടെത്തുക. അല്ലെങ്കിൽ എനിക്ക് ബിസിയാണ്, എനിക്ക് ഒരുപാട് തിരക്കുണ്ട്, വേറെ ജോലികളും മറ്റു കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ തിരക്കാണ്, അതുകൊണ്ട് എൻ്റെ ഇഷ്ടങ്ങൾ എനിക്ക് മാറ്റി വെച്ചേ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് നമുക്ക് വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യത്തില്ല. അടുത്ത നിമിഷം നമുക്ക് ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങൾ തിരിച്ചറിയാനും നമുക്ക് നമ്മളോട് തന്നെ സ്വയം ചോദിക്കുക, എന്താണ് എനിക്ക് എന്താണ് ഇഷ്ടമുള്ളത്. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനായിട്ടുണ്ട്, എനിക്ക് യാത്രകൾ പോകുന്നത് ഇഷ്ടമാണ്. ഇപ്പം മഴയുള്ള സമയത്തൊക്കെ പുറത്ത് പോവുകയാണെങ്കിൽ നല്ല ചൂട് ചായ കുടിക്കാനും അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. അതുപോലെ നല്ല ബുക്സ് വായിക്കാനായിട്ട് ഇഷ്ടമാണ്, നല്ല പാട്ടുകൾ കേൾക്കാനായിട്ട് ഇഷ്ടമാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ ഇഷ്ടങ്ങളുണ്ട്. അങ്ങനെ ഓരോ വ്യക്തികൾക്കും അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. അപ്പോൾ ആ ഇഷ്ടങ്ങളെല്ലാവരും തിരിച്ചറിയുക. പ്രത്യേകിച്ച് ലേഡീസൊക്കെ ആണെങ്കിൽ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ വിട്ട് അവരുടെ ജോലി തിരക്കൊക്കെ കുറച്ച് നേരം ജോലികളൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക. വായിക്കാൻ ഇഷ്ടമെങ്കിൽ വായിക്കാം. അല്ലാതെ മറ്റ് പല ഹോബീസുകളുണ്ടല്ലോ. ഇപ്പം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളവരുണ്ട്, അങ്ങനെ ക്രാഫ്റ്റിങ് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളവരുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ സമയം ചിലവഴിക്കുക. അല്ലെങ്കിൽ എൻ്റെ ജീവിതം എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടും മക്കൾക്ക് വേണ്ടിയിട്ടും അല്ല എൻ്റെ പേരൻസിന് വേണ്ടിയിട്ടും മാത്രമായിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടിയിട്ടും കൂടെ സമയം തിരഞ്ഞെടുക്കുക. ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോയിൽ കാണാം വീണ്ടും. ഓക്കെ, താങ്ക് യു, ബൈ.